സക്കരിയ മൗലവി പറഞ്ഞതുപോലെ ആസനത്തിൽ ഉപ്പ്, ആസനത്തിൽ മുളക് തേക്കൽ തുടങ്ങി ചികിത്സാ മുറകൾക്ക് സമീപിക്കുക. വിഷ്ണം ഡിങ്കൻ ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ അറിഞ്ഞു വിട്ടേ, ഇപ്പൊ നമ്മുടെ വഹാബി പ്രസ്ഥാനത്തില് ഒരു പുതിയ സംഘടന വന്നിക്കണ്. 2013 ശേഷമാണത് രൂപീകരിച്ചത്. ഒന്ന് മാത്രല്ലട്ടാ, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കേരളം CD ടവറാണ്. എന്താ പോലെ പ്രശ്നം? നിങ്ങൾ പണ്ട് സക്കരിയ സ്വലാഹിന്റെ ഒക്കെ പ്രഭാഷണം കേട്ടോലല്ലേ? എന്തായാലും പറഞ്ഞത് സിഹ്റ് എന്ന് പറഞ്ഞാല് അങ്ങനൊന്നുമില്ല. കണ്ണോണ്ട് അറിയല, മൂക്കോണ്ട് അറിയല, ചെവി കൊണ്ട് അറിയല എന്നൊക്കെ ഞങ്ങൾ പറയുന്ന കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞത് എനിക്കൊന്ന് സിഹ്റ്, അന്നേരോ സലാം സുലൈമി പറഞ്ഞു എനിക്കൊന്ന് സിഹ്റ്, ഇപ്പുറത്തുനിന്ന് ഹുസൈൻ സലഫി പറഞ്ഞു എനിക്കൊന്ന് സിഹ്റ്, ഞങ്ങൾക്ക് ഫലിക്കോ നോക്കട്ടെ. ഇവിടെ സുന്നി പണ്ഡിതന്മാര് സിഹ്റുണ്ട് എന്ന് പറയുന്നത് സിഹ്റ് ബാത്തിലാക്കാൻ വേണ്ടി മുട്ട ഇറക്കൽ, തേങ്ങ ഇറക്കൽ, അങ്ങനെ ഒരുപാട് പരിപാടികളായിട്ട് സുന്നി പണ്ഡിതന്മാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് നടന്നവരാണ് ഇപ്പോ ആസനത്തില് മുളക് തേക്കൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കണേ. എന്തിന്? ജിന്ന് കയറിയന്. ജിന്ന് എന്ന് പറഞ്ഞാല് ആരാണെന്നൊക്കെ അറിയില്ലേ? അത് വിഷ്ണു ജിന്നൂരിയുടെ ദൈവമാണ് കേട്ടോ. ഇരുട്ടിന്റെ മറവില് തപ്പിത്തടയുമ്പോ ഒരു ശബ്ദം കേട്ടു. വെളിച്ചമില്ലാത്ത നേരത്താണ് പോകുന്നത്. കരണ്ടും വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള ഇക്കാലത്ത് ഇരുട്ടിന്റെ മറവില് എന്തിനാണ് ജിന്നൂരികള് പോകുന്നത് നമ്മക്ക് അറിഞ്ഞൂടാ. ഓല് പറയുന്നത് ഞങ്ങൾ ജിന്നിനെ പൂജിക്കാൻ വേണ്ടി പോകുന്ന ടോർച്ച് പോലും എടുക്കാതെ അവരിങ്ങനെ തപ്പിത്തടയ. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കണേ. ആ ജിന്നാണെന്ന് നിരീക്ഷിച്ച് എന്തിനാ ജിന്ന് ശബ്ദം ഉണ്ടാക്കിയേ? ജിന്നിന് ഈ വിഷ്ടൻ ജിന്നൂരി എന്തിനാ വന്നതെന്ന് തിരിച്ചറിഞ്ഞ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ജിന്നൂരിയുടെ കൽബകം ജിന്നോവർ വെളിച്ചത്തിന് വേണ്ടിയിട്ട് വരികയാണെന്നുള്ള അറിഞ്ഞോണ്ട് ജിന്നുകൾ ശബ്ദമുണ്ടാക്കുന്നേ. ആരുമേ തള്ളണ്ട, തള്ളിയോർക്കൊക്കെയും അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും നശിപ്പിക്കും ജിന്നുകൾ. സൂക്ഷിക്കണം. ഇങ്ങനെ ഇരുട്ടിന്റെ മറവില് തപ്പിത്തടയുന്ന നേരത്ത് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് നിലച്ച് ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്ന് പറഞ്ഞ ശിർക്കാണെന്ന് പറഞ്ഞാല് ജിന്ന് കോപിക്കും. ജിന്ന് കോപിച്ചാല് ഓന്റെ തൗഹീദ് പൊളിഞ്ഞ് ഓൻ മുശ്രിക്കായി. ആഖിറത്തിലോ നരകവും കിട്ടും. നരകത്തെ സൂക്ഷിച്ചോ. അപ്പൊ ആഖിറവും ദുനിയാവും ഒക്കെ ദീനൊക്കെ നശിച്ചു. മനസ്സിലായ? സൂക്ഷിച്ചോളി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് വിഷ്ടൻ ജിന്നൂരികളെ ദൈവാണ് ജിന്ന്. ആ ജിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തില് കുടിയിരുന്നാല് വിഷ്ടൻ ജിന്നൂരികള് അന്നേരം ആരാധിക്കൂല. രണ്ട് മനുഷ്യന്മാര് പറ്റൂല. അപ്പൊ എന്താ ചെയ്യണോ? ആ കുടിയിരുന്ന ജിന്ന് ദൈവത്തെ ഇറക്കണം. ആ ഇറക്കാൻ വേണ്ടിയുള്ള ചികിത്സ എന്താണ്? ആസനത്തില് മുളക് അരച്ച് തേച്ചെടുക്കുക. അത് തന്നെ പരിപാടി. വെറുക്കല പറയല്ലോ കുട്ടരെ. വീഡിയോ കണ്ടാല് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യമാണ്. നോക്കിക്കോളി, നിങ്ങൾ നോക്കിക്കോളി. വേണേ ഞാൻ കാണിച്ചു തരാം. കാണാൻ വയ്യ. മുളക് അരച്ചിട്ട് തേച്ചു കൊടുക്കാണ്. ആ പടക്കണ പട കണ്ടില്ലേ?
ഒരു വിഷ്ടം ചിന്നൂരി പടക്കണ പട കണ്ടില്ലേ? നമ്മളെ മത്തി കടൽ നിർത്തി കരയിലിട്ട മാതിരിയുള്ള പടക്കണ പടയാണത്. മാർക്കറ്റിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നല്ല എരിവുള്ള ചീനാകാന്താരി മുളക് എന്ന് പറയുമ്പോൾ ഈ ജാതി മുളക് 2 കിലോ 4 കിലോ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് അരക്കാണ്, മിക്സിയിലിട്ട് അരച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കും. എന്നിട്ട് ഡ്രസ്സ് അതിലിട്ട് മുക്കും. അതിൽ മുക്കിയിട്ട് ആ ഡ്രസ്സ് വെയിലത്തിട്ട് ഉണക്കും. രോഗികൾ വന്നു കഴിഞ്ഞാൽ ഇയാള് ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ മൂപ്പരെന്ത് ചെയ്യും? ആ ഡ്രസ്സ് അഴിച്ചിട്ട് ഈ ഡ്രസ്സ് ഇടാൻ പറയും. എന്നിട്ട് ഈ മണപ്പിക്കണൊക്കെ കൂട്ടത്തിൽ ശരീരത്തിലേക്ക് ലേശം വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യും? സ്പ്രേ ചെയ്യും. നല്ല മുളക് അരച്ച ഒരു വസ്ത്രം ശരീരത്തിലിട്ട് പിന്നെ ഏത് ശൈത്താനാ പിന്നെ ഇളകാതൊക്കെ. എത്താ പറഞ്ഞത്? നിങ്ങക്ക് ശരിക്ക് കേൾക്കാൻ കഴിഞ്ഞോ? ശരിക്ക് കേൾക്കാൻ കഴിയാത്തോല് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ വേണമെങ്കിൽ അടുത്ത് കുത്തിയിട്ട് കേട്ടാ മതി, എന്നാ ശരിക്കും മനസ്സിലാവും. എന്താ പറഞ്ഞതെന്നറിയോ? 4-5 കിലോ മുളക് വാങ്ങുക, എന്നിട്ട് നല്ലോണം അരക്കുക, അത് വെള്ളത്തിലിടുക, ഇളക്കുക. വെള്ളത്തിൽ ഇളക്കിയതിന് ശേഷം ഒരു ഷർട്ട് ഈ മുളകരച്ച വെള്ളത്തിലേക്ക് മുക്കുക. ആ ഷർട്ട് നല്ലോണം ഉണക്കുക. എന്നിട്ടോ വിഷ്ടം ചിന്നൂരികളെ ജിന്ന് ദൈവം കൂടിയിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ വിഷ്ടം ചിന്നൂരിയുടെ അടുത്ത് വന്നാല് ആ ഷർട്ട് അങ്ങനെ തന്നെ അങ്ങിടിക്കുക, കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുക. ഞാൻ വിചാരിച്ച് ആസനത്തിൽ മാത്രമേ ഉള്ളൂ എന്നാ. ആസനത്തിൽ മാത്രമല്ല തേച്ചു കൊടുക്കുന്നത്, ശരീരം ഒട്ടാകെ തേച്ചു കൊടുക്കുന്ന കൂട്ടരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളി. ഇതാണ് വഹാബിസത്തിന്റെ ജിന്ന് ചികിത്സയുടെ കോലം. നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിഷ്ഠൂരമായ പീഡനമാണ് ജിന്ന് ചികിത്സയുടെ മറവിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമപാലകർ ഇതറിയണം. ഇങ്ങനെയുള്ള ചികിത്സകരെ പിടിച്ചു കെട്ടണം. പണ്ട് കാലങ്ങളിൽ ചികിത്സയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഔലിയാക്കളെ ഈ വഹാബികൾ ജയിലിൽ കയറ്റാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ആ വഹാബികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മറന്നുകൂടാ. ഈ പ്രവൃത്തി ചെയ്യുന്ന നിരവധി അനവധി വിഷ്ടം ചിന്നൂരികളുണ്ടെന്ന് വഹാബികൾ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവരെ പിടികൂടി നിയമത്തിനു മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ന് ചികിത്സയുടെ മറവിൽ നടക്കുന്ന വിഷ്ടം ചിന്നൂരികളുടെ വഹാബികളുടെ ഇത്തരം ബിസിനസ്സുകൾക്കെതിരെ, ക്രൂര പീഡനങ്ങൾക്കെതിരെ ശക്തമായി കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പണത്തിനു വേണ്ടി, കൊട്ടാരത്തിനു വേണ്ടി, അരച്ചാൻ വയറിനു വേണ്ടി തന്റെ ഭാര്യയും കുട്ടികളെയും അധ്വാനിക്കാതെ പോറ്റാൻ വേണ്ടിയുള്ള ബിസിനസ്സുകളാണ് വഹാബികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വഞ്ചനയിൽപ്പെട്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിമാനവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.